നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആൾക്കാർക്ക് ഡെലിവറി ബോയെ കാണുമ്പോൾ ഭയങ്കര പുച്ഛമാണ്. അതായത് അവർക്ക് മനസ്സിനകത്ത് എന്തെങ്കിലും ദേഷ്യവും വൈരാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ആൾക്കാരാണ് കാണിക്കുന്നത്. അങ്ങനെ സംഭവം ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതെന്ത് സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ബോക്സിൽ ചോദിക്കുകയാണ്, നീ നേരിട്ട് കണ്ട് പറയുന്നത്. അതുകൊണ്ട് ഇതിന് ബന്ധപ്പെട്ട ആളിനെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോവുകയാണ്, കണ്ടുവരാം. നിങ്ങൾ തെറി വിളിക്കേണ്ട ആവശ്യം, നിങ്ങൾക്ക് കാര്യം പറയാം. ഞാൻ ആ പുള്ളിയുടെ ഡ്രൈവറിന്റെ അടുത്താണ് പറയുന്നത്, നിങ്ങൾ കാര്യം പറയാം. നിങ്ങൾ തെറി വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മള് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ തെറിയൊന്നും വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ തെറി വിളിക്കുന്നതിനാ? ഇതാണ് നമ്മുടെ ഇൻസ്റ്റാമാർട്ടിന്റെ സ്റ്റോറിലേക്കുള്ള എൻട്രൻസ് റോഡ്. അപ്പം ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്ന് ഒരു കാർ വന്നു. ഞാൻ ഇവിടെ നിന്ന് വന്ന് ഇങ്ങോട്ട് പോകേണ്ട ഞാനാണ്. ഹോൺ അടിച്ചാണ് ഇവിടെ നിന്ന് കയറുന്നത്. കാര്യം നമുക്ക് ഹോൺ അടിക്കാതെ ഇവിടെ നിന്ന് കയറാൻ പറ്റില്ല. അപ്പം ഞാൻ ഹോൺ അടിച്ചിട്ട് കയറി. ഇതേ സ്പോട്ടിൽ വെച്ച് ഒരു ടാക്സിക്കാരൻ വന്നിട്ട് കുറച്ച് റോങ് ആയിട്ട് സംസാരിച്ചു. ഞാൻ ഇതേ കാര്യം പറഞ്ഞിട്ട് ഞാൻ പുള്ളിയുടെ വേറെ ഒന്നും പറഞ്ഞില്ല. പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വന്ന് കയറി പുള്ളിയുടെ ഭാഗത്താണ് തെറ്റ്. പക്ഷേ പുള്ളി ഞാൻ വന്നിരുന്ന ടാക്സിക്കാരൻ ഒന്നും മിണ്ടുന്നില്ല. പക്ഷേ പുള്ളിയുടെ കസ്റ്റമർ നല്ല രീതിക്ക് എന്നോട് മോശമായിട്ട്. കാര്യം തുടക്കം മുതൽ അവസാനം വരും പുള്ളി എന്നെ തെറി വിളിച്ച് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നത്. അതേ നിങ്ങൾ തെറി വിളിക്കുന്നതിനാ? നിങ്ങളുടെ കസ്റ്റമറെ നിങ്ങൾ തെറി വിളിപ്പിക്കുന്നതിനാ? ഞാൻ കസ്റ്റമർ ആണെന്ന് പറഞ്ഞ് ഞാൻ തെറി വിളിച്ചോ? അല്ല, ആ പുള്ളി എന്തിനാ കസ്റ്റമർ? ഞാൻ നിങ്ങളുടെ അടുത്ത് അല്ലല്ല, നിങ്ങളുടെ അടുത്ത് ഞാൻ കാര്യമാണ് ചോദിച്ചത്. നിങ്ങൾ തെറി വിളിക്കേണ്ട ആവശ്യം എന്തോ? ഒരു കാര്യം ചോദിച്ചാൽ നിങ്ങളുടെ അടുത്ത് കാര്യമാണ് പറഞ്ഞു. നിങ്ങൾ തെറി വിളിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഹോൺ അടിച്ച് തന്നെയാണ് കയറി വന്നത്. ആ വണ്ടി നമ്പർ വെക്കി. നിങ്ങൾ എന്റെ വണ്ടി നമ്പർ വെച്ചോ. ഇത് നമ്മക്ക് ഇത് അറിയാം. അല്ല, നിങ്ങൾ തെറി വിളിക്കേണ്ട ഓരോ ആവശ്യമില്ല. നിങ്ങൾ തെറി വിളിക്കേണ്ട ഓരോ ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നിങ്ങൾ പയ്യെ ഞാൻ ഹോൺ അടിച്ച് കയറിയെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ തെറി വിളിക്കേണ്ട ഓരോ ആവശ്യമില്ല. ഞാൻ നിങ്ങളുടെ നോർമലാണ് സംസാരിച്ചത്. ഇല്ലല്ല, ഫോൺ നമ്മളെ ഇതാണ്. ഞാൻ ആ സൈഡിൽ തന്നെയാണ് വന്നത്. ഞാൻ ചേട്ടനടുത്ത് എന്താ ചോദിച്ചേ? ഫോൺ അടിച്ച് ഞാൻ ഹോൺ അടിച്ച് കയറിയെന്ന് ചേട്ടനടുത്ത് പറഞ്ഞോളൂ. ഈ ചേട്ടനൊന്നും പറഞ്ഞില്ല. ഞാൻ കയറി ആ ചേട്ടൻ കയറി വിളിച്ചു. പോവേണ്ടതാണ്. എന്റെ വണ്ടിയും ബ്ലോക്ക് ആയി കിടക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ ക്യാമറ വെച്ചോണ്ടിരിക്കണ എന്തൊരു പരിപാടി? ഞാൻ ചോദിച്ചു ഈ ചേട്ടന് തെറി വിളിച്ചു. ഈ ചേട്ടന് തെറി വിളിച്ചെന്ന് ഞാൻ ചോദിച്ചോളൂ. ചേട്ടാ ഞാൻ കയറി വന്നു. ഞാൻ ആ ചേട്ടനടുത്ത് എന്താ ചോദിച്ചത്? ചേട്ടാ ഞാൻ കയറി വന്നു. ഞാൻ ചോദിച്ചു ആ ചേട്ടൻ എന്താ തെറി വിളിച്ചെന്ന് ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ചേട്ടാ ഞാനാണോ നിർത്തിയത്? എന്റെ വണ്ടി ഒതുങ്ങി തന്നെ ഇരിക്കണേ. അനുവാദമല്ല. നീ എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ കൊണ്ടുവന്ന് കേസ് എടുത്താൽ എന്തായിരിക്കും ഫലം? ഞാൻ ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ആ ചേട്ടൻ അതിനകത്ത് നിന്ന പാസഞ്ചർ എന്നെ തെറി വിളിച്ച കാര്യം ഞാൻ ചോദിച്ചിട്ടുള്ളൂ. ഞാനില്ല. എന്റെ വണ്ടി ഇവിടെ ബ്ലോക്ക് ആയി കിടന്നോണ്ട് ഞാൻ ഇറങ്ങിയത്. നീ ക്യാമറ വെച്ചോണ്ടിരിക്കേണ്ട കാര്യം. ഞാൻ ആ പുള്ളിയെടുത്താണ് സംസാരിച്ചത്. ഞാൻ എന്റെ വീഡിയോ എടുക്കാൻ ഞാൻ ചേട്ടൻ്റെ അടുത്ത് വേറെ ഒന്നും സംസാരിച്ചില്ല. ഞാൻ ആ പുള്ളിയെടുത്താണ് സംസാരിച്ചത്. ചേട്ടൻ്റെ ഇടയ്ക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ വണ്ടി ബ്ലോക്ക് ആയി കിടന്നോണ്ടാണ് പറഞ്ഞത്. ഞാൻ ചേട്ടന്റെ വീഡിയോ എടുത്തിട്ടില്ല. ചേട്ടൻ ഞാൻ ആ പുള്ളി എടുത്ത് ആ ചേട്ടൻ ഞാൻ ഹോൺ അടിച്ചു. ഞാൻ ചേട്ടൻ്റെ അടുത്തൊന്നും സംസാരിച്ചില്ല. അവൻ വേറൊന്നുമല്ല. ഞാൻ കയറി വന്നപ്പം പുള്ളി നീ എന്തിനാ മൈര നീ എന്തിനു കയറി വന്നതെന്ന് പറഞ്ഞ് എന്നെ തെറി വിളിച്ചു. അപ്പൊ ഞാൻ ആ പുള്ളിയുടെ സംസാരിച്ചു. ചേട്ടൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചില്ലേ? എന്റെ ഫോണ് എന്റെ ഇഷ്ടം, എന്റെ ക്യാമറ. ഞാൻ ചേട്ടൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ വിഷയമല്ല, എന്റെ വണ്ടിയുടെ വിഷയമാണ് എടുത്തോണ്ടിരിക്കുന്നത്. ഞാൻ ആ പുള്ളി എന്നെ തെറി വിളിക്കാൻ സംസാരിച്ചപ്പോ നിങ്ങൾക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആ പുള്ളിയല്ലേ നിർത്തിയിട്ടോണ്ടിരിക്കുന്നത്. ചേട്ടാ ഞാൻ ആ പുള്ളിയുടെ ഒന്നും സംസാരിച്ചില്ല. ഫ്രണ്ടേ പോയ വണ്ടിക്കാനോ ചേട്ടൻ ഞാൻ പ്രശ്നം. ഞാൻ ചേട്ടന്റെ ആ പുള്ളിയുടെ വിഷ്വലില്ല. നിങ്ങളുടെ ക്യാമറ വയ്ക്കുക, നിങ്ങളെ വിഷ്വലില്ല. ഞാൻ കഴക്കൂടൻ സ്റ്റേഷനിൽ പോയി കേസ് കൊടുത്തു. എന്നിട്ട് പുള്ളിയുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല. അപ്പം നമ്മൾ ഡെലിവറി പാർട്ട്നേഴ്സിന് ഒരുവിധ സേഫ്റ്റി ഇവിടെ ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ റോഡിന് എൻട്രൻസ് ചെയ്ത് കയറി എന്ന് പറഞ്ഞാൽ ഈ റോഡിലേക്ക് കയറിയിട്ട് ഇവിടെ നിന്ന് കാര്യം പുള്ളി ഇങ്ങനെ ചേർന്നാണ് വന്നത്. ഇത്ര ഇതുണ്ട് ആകെ കൂടി ഈ റോഡ് ഇത്രയേ ഉള്ളൂ. നല്ല സ്പീഡാണ് പുള്ളി വന്നത്. ഇത്രയും ചേർന്ന് വന്നിട്ട് അങ്ങോട്ട് പോകേണ്ടൊക്കെ ഞാനാ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ടും ഈ വീട്ടിലെല്ലാം ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഡൗട്ടുള്ളവർക്ക് വിഷ്വലും കാര്യങ്ങളും എല്ലാം എടുത്തു കൊടുക്കാൻ ഞാൻ പറഞ്ഞാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ കണ്ടല്ലോ. ഇതിനകത്ത് ആരെ ഭാഗത്താണ് ശരി തെറ്റെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ ഒന്നും പറയില്ല. അപ്പോൾ എന്തായാലും നിങ്ങളടുത്ത് ഈ കാര്യം ഏൽപ്പിക്കുകയാണ്. നിങ്ങൾ തന്നെ പറയും എന്താണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ആൾക്കാരിന് അവരെ തരത്തിൽ കളിക്കാൻ പോലും. കാരണം അവിടെ പോയി അടിക്കിട്ട് നല്ലപോലെ അറിയാം. അപ്പോൾ നമ്മളിപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ പാവപ്പെട്ട ആൾക്കാരല്ലേ. അടിച്ചാലും ചോദിക്കാൻ ആരും വരില്ല. അടിച്ചാലും ക്യാസ് ആവില്ല. മനസ്സിലായി? ക്യാസ് അയക്കാൻ ജാമ്യത്തിൽ വെളി ഇറങ്ങി വരാം. വലിയ പ്രശ്നം ഉണ്ടാവില്ല. അതായത് അവർ തൻ്റെ ഇടവും വാശിയും അവരെ ഒരു ഗഡ്സൊക്കെ തീക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോൾ ആൾക്കാരെ കിട്ടി നടക്കും. മനസ്സിലായോ? എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലത്തെ കുറേ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്.
നമ്മളിപ്പോൾ ആൾക്കാർ ജീവിക്കാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇങ്ങനെ സിറ്റുവേഷൻ കാണുമ്പോൾ കുറച്ച് പണവും പവർ വേണം തോന്നിപ്പോകും. അതുകൊണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ ഈ സമൂഹത്തിൽ. അങ്ങനത്തെ സമൂഹമായിപ്പോയി.